ശബരിമലയുടെ ചരിത്രത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ കൊടിമരമാറ്റവും അതിന് പിന്നിലെ നിഗൂഢമായ ദൈവപ്രശ്നങ്ങളും കേരളം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ദേവസ്വം ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ നടന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതെന്ന് വ്യക്തമാക്കുന്ന നിരവധി വസ്തുതകളാണ് കാലാകാലങ്ങളായി പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലിരിക്കെ അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് വിവാദങ്ങളുടെ തുടക്കം. ശബരിമലയിലെ ആചാരങ്ങളെയും സുതാര്യതയെയും വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ പോലും ഔദ്യോഗികമായി അറിയിക്കാതെ സന്നിധാനത്ത് ഒരു വിചിത്ര ദൈവപ്രശ്നം അരങ്ങേറി. ഈ സംഭവത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനായി ആരോപിക്കപ്പെടുന്നത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഐമനം രാജനാണ്. രാജഗോപാലൻ നായരുടെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന ഐമനം രാജൻ നേരത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും നിഴലിലായ വ്യക്തിയായിരുന്നു. ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ അദ്ദേഹത്തെ ശബരിമലയിലെ തന്ത്രപ്രധാനമായ തസ്തികകളിൽ നിയമിച്ചത് അന്ന് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഐമനം രാജന്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കാൻ ഇരിക്കെയാണ് ബോർഡിന്റെ അനുമതിയില്ലാതെ സന്നിധാനത്തെ ദൈവപ്രശ്നം സംഘടിപ്പിക്കപ്പെട്ടത്. തന്ത്രിയുടെയോ മറ്റ് ആചാര്യന്മാരുടെയോ പൂർണ്ണ സഹകരണമില്ലാതെ രഹസ്യാത്മകമായി നടന്ന ഈ ദൈവപ്രശ്നം പിന്നീട് വലിയ വാർത്താ പ്രാധാന്യം നേടി. ശബരിമലയിൽ സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥന് 1 വർഷത്തെ കാലാവധിയാണ് അനുവദിക്കാറുള്ളത്. എന്നാൽ ഈ കാലാവധി നീട്ടിയെടുക്കുന്നതിനായി ദൈവപ്രശ്ന വിധി ദുരുപയോഗം ചെയ്തു എന്നതായിരുന്നു പ്രധാന ആരോപണം. ദൈവപ്രശ്ന ചാർത്ത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് നടപ്പിലാക്കാനുള്ള ധാർമ്മിക ബാധ്യതയുണ്ടെന്ന വിശ്വാസത്തെ മറിയാക്കി സന്നിധാനത്ത് തുടർന്നു പോകാനായിരുന്നു ഈ നീക്കം. സംഭവം വിവാദമായതോടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സസ്പെൻഷനിലാവുകയും ശബരിമലയിലെ ഭരണപരമായ അഴിച്ചുപണികൾക്ക് ഇത് വഴിയൊരുക്കുകയും ചെയ്തു. കൊടിമരത്തിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾക്ക് അടിത്തറയിട്ടത് ഐമനം രാജൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന കാലത്തെ ഒരു അസ്വാഭാവികമായ സംഭവമാണ്. ഭക്തർക്ക് യാതൊരു പരാതിയും ഇല്ലാതിരുന്ന കേടുപാടുകൾ സംഭവിക്കാത്ത കൊടിമരത്തിന് പെട്ടെന്നൊരു ദിവസം നിറവ്യത്യാസം അനുഭവപ്പെട്ടു. മാസപൂജയ്ക്കായി നട അടച്ചു തുറന്നപ്പോഴാണ് കൊടിമരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടത്. ഇത് സ്വാഭാവികമായ മാറ്റമല്ലെന്നും ആരോ പെയിന്റ് അടിച്ചതുപോലെ ഉണ്ടെന്നും അന്നേ ഭക്തർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് 2014 നടന്ന പരിശോധനകളിലും ദൈവപ്രശ്നങ്ങളിലും കൊടിമരത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചതായും പെയിന്റ് അടിച്ചതായും വ്യക്തമായി. കാഴ്ചയിൽ അഭംഗി വരുത്തി കൊടിമരം മാറ്റേണ്ടതാണെന്ന ബോധ്യം വരുത്തി തീർക്കാൻ ബോധപൂർവം നടത്തിയ ശ്രമമായിരുന്നു ഇത്. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ സന്നിധാനത്ത് 1 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ലൈസൻ ഓഫീസർ ബാലനും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന സുനിൽ സ്വാമിയും ഈ സംഘത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇതിനെ തുടർന്ന് ബാലന് ജോലി നഷ്ടമാവുകയും ഐമനം രാജൻ സസ്പെൻഷനിലാവുകയും ചെയ്തു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തനിക്ക് ഈ സംഭവങ്ങളെ കുറിച്ച് അറിവില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ശബരിമലയിൽ നിന്ന് രേഖാമൂലം അറിയിപ്പുകൾ ലഭിക്കാത്തതിനാൽ ഔദ്യോഗികമായി ബോർഡിന് ഇതിൽ പങ്കില്ലെന്ന വാദമാണ് ഉയർത്തിയത്. എന്നാൽ പ്രസിഡന്റിന്റെ അടുത്ത അനുയായികൾ തന്നെ ഇതിൽ പ്രതിസ്ഥാനത്ത് വന്നത് ഗൂഢാലോചനയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഈ വിവാദ കൊടിമരമാണ് പിന്നീട് മാറ്റാൻ തീരുമാനിച്ചതും ഹൈദരാബാദിലെ വ്യവസായിയുടെ സഹായത്തോടെ സ്വർണം പൂശിയ പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചതും. ഐമനം രാജന് ശേഷം ശബരിമലയിലെ സ്വാധീന ശക്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുകയും കൊടിമരത്തിന്റെ മാറ്റം പൂർത്തിയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് തന്ത്രിയുടെ വീട്ടിലേക്ക് വാദ്യവാഹനം എത്തിയെന്നതടക്കമുള്ള വിവാദങ്ങൾ ഉയരുകയും ചെയ്തു. ശബരിമലയിലെ പുരാതനമായ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കൊള്ള നടക്കുമ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ. ഐമനം രാജന്റെ ഉറ്റ സുഹൃത്തായ സുധീഷ് കുമാറും മുരാരി ബാബുവും ഉൾപ്പെടുന്ന സംഘം ശബരിമലയിലെ ഭരണപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടിരുന്നതായി ആക്ഷേപമുണ്ട്. സുധീഷ് കുമാറിന്റെ സ്വകാര്യ ജീവിതത്തിലെ ചില ദുരൂഹതകളും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകർന്നു. ദേവസ്വം ബോർഡ് മെമ്പർ ആയിരുന്ന പത്മനാഭനാണ് അന്ന് ഐമനം രാജനെ സസ്പെൻഡ് ചെയ്യാൻ മുൻകൈയെടുത്തത്. നിലവിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായി തുടരുന്ന രാജഗോപാലൻ നായരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കൊടിമര വിവാദത്തിന്റെയും നിഗൂഢ ദൈവപ്രശ്നത്തിന്റെയും യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. ശബരിമലയെ കേന്ദ്രീകരിച്ച് നടന്ന ഈ സാമ്പത്തിക ആചാര അട്ടിമറികൾ കേരളത്തിലെ വിശ്വാസി സമൂഹം ഇന്നും ചർച്ച ചെയ്യുന്ന വലിയൊരു അനീതിയുടെ അടയാളമാണ്. ഈ സംഭവ വികാസങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ശബരിമല എന്ന പുണ്യക്ഷേത്രത്തിന്റെ പവിത്രതയേക്കാൾ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അധികാര ദുർവിനിയോഗത്തിനുമാണെന്ന് അവിടെ മുൻഗണന ലഭിച്ചത് എന്നുമാണ് അടിവരയിടുന്നത്. കൊടിമരം മാറ്റാനുള്ള തീരുമാനം പോലും അശാസ്ത്രീയമായ ദൈവപ്രശ്നങ്ങളോടെ നിർമ്മിച്ചെടുത്ത ഒന്നായിരുന്നുവെന്ന് വ്യക്തമാകുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ ഭരണ കൂട്ടുകെട്ടിന്റെ പങ്ക്
ഗൗരവകരമായി തന്നെ കാണേണ്ടതുണ്ട്. മാധ്യമങ്ങൾ അന്ന് ഈ വിഷയത്തിൽ സജീവമായി ചർച്ച ചെയ്തെങ്കിലും പല പ്രമുഖരും ഇന്നും നിയമ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുകയാണ്. വരും കാലങ്ങളിൽ ഈ കേസുകളിൽ പുനരന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ സന്നിധാനത്തെ പല രഹസ്യ ഇടപാടുകളെയും ചുഴലടിയുമെന്ന കാര്യത്തിൽ സംശയമില്ല.